ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 2026 ടി20 ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ ഷോക്കേസിലെത്തിയിരിക്കുകയാണ്. ഫൈനലിൽ കരുത്തരായ ന്യൂസിലൻഡിനെ 96 റൺസ് എന്ന കൂറ്റൻ മാർജിനിൽ തകർത്തെറിഞ്ഞ സൂര്യകുമാർ യാദവും സംഘവും നീലക്കുപ്പായക്കാരുടെ മൂന്നാം ടി20 ലോകകപ്പ് കിരീടമാണ് സ്വന്തമാക്കിയത്. ഈ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്തും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ അവിശ്വസനീയമായ ഫോമുമാണ് ഈ നേട്ടത്തെ ചരിത്രപരമാക്കുന്നത്. ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ കുതിപ്പിൽ ഏറ്റവും നിർണായകമായത് സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നീ രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനമായിരുന്നു. ടീമിലെ സ്ഥാനത്തിനായി നേരത്തെ പൊരുതിയിരുന്ന ഇരുവരും ലോകവേദിയിൽ തങ്ങളുടെ ബാറ്റ് കൊണ്ട് മറുപടി നൽകി. വെറും 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജു ടൂർണമെന്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്ററായി മാറി. സഞ്ജുവിന്റെ സ്ഥിരതയും ഏത് ബൌളിംഗ് നിരയും അടിച്ചകറ്റാനുള്ള കഴിവും ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകി. ഓപ്പണിംഗ് റോളിൽ സഞ്ജു നൽകിയ വെടിക്കെട്ട് തുടക്കങ്ങൾ പലപ്പോഴും വലിയ സ്കോറുകളിലേക്ക് ഇന്ത്യയെ നയിച്ചു. 9 മത്സരങ്ങളിൽ നിന്ന് 317 റൺസ് നേടിയ ഇഷാൻ കിഷൻ മധ്യനിരയിലും ടോപ്പ് ഓർഡറിൽ ഒരുപോലെ തിളങ്ങി. സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് പടുത്തുയർത്താനും എന്നാൽ സ്ട്രൈക്ക് റേറ്റ് താഴാതെ നോക്കാനും ഇഷാന് സാധിച്ചു. ഫൈനലിൽ ഇരുവരും നേടിയ അർദ്ധ സെഞ്ചുറികൾ ന്യൂസിലൻഡിന്റെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. സഞ്ജുവിന്റെയും ഇഷാന്റെയും മിന്നു ഫോം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ തലമുറ മാറ്റത്തിനും തുടക്കമിട്ടിരിക്കുകയാണ്. ഇതോടെ മുൻപ് ടീമിൽ അവിഭാജ്യ ഘടകമായിരുന്ന പല പ്രമുഖ താരങ്ങൾക്കും ടി20 ഫോർമാറ്റിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമായേക്കാം. ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകനായി തിളങ്ങുന്ന ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് വലിയൊരു തിരിച്ചടിയാണ്. ലോകകപ്പിന് തൊട്ടു മുൻപ് വരെ ടി20 വൈസ് ക്യാപ്റ്റനായിരുന്ന ഗില്ലിനെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് സ്ഥാനത്ത് ഉറച്ചു പോയതോടെ ഗില്ലിന് ഈ സ്ഥാനത്തേക്ക് ഇനി തിരിച്ചെത്തുക പ്രയാസകരമാകും. 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ കൂടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതോടെ ഗില്ലിന്റെ ടി20 കരിയറിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നു. ടി20 ക്രിക്കറ്റിൽ തന്റേതായ ഇടം കണ്ടെത്തിയ താരമാണ് ജയ്സ്വാൾ. എന്നാൽ പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് വിജയം ജയ്സ്വാളിന് മടങ്ങിവരവ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. സമാനമായ അവസ്ഥ തന്നെയാണ് ഋതുരാജിനും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുന്ന ഋതുരാജ് അന്താരാഷ്ട്ര തലത്തിൽ അവസരത്തിനായി കാത്തിരിക്കുകയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സെലക്ടർമാർ മാറ്റത്തിന് മുതിരാൻ സാധ്യതയില്ല. ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ ഏക വിക്കറ്റ് കീപ്പർ ചോയ്സ് ആയിരുന്ന ഋഷഭ് പന്ത് ഇപ്പോൾ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. സഞ്ജു വിക്കറ്റിന് പിന്നിലും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങുന്നത് പന്തിന്റെ സ്ഥാനത്തെ ബാധിച്ചു. സഞ്ജുവിനെ പോലെ തന്നെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ റൺസ് കണ്ടെത്താൻ പന്തിന് സാധിക്കാത്തതും തിരിച്ചടിയാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് ജിതേഷ് ശർമ്മയുടേതും. ഫിനിഷർ റോളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ജിതേഷിന് പകരം സഞ്ജുവിനെയും ഇഷാനെയും ടീം മാനേജ്മെന്റ് പൂർണ്ണമായി വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോകകപ്പ് കിരീടം ഉയർത്തിയെങ്കിലും സൂര്യകുമാർ യാദവ് തന്റെ ലക്ഷ്യങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നായകനെന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ടീമിനെ നയിക്കാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. 2026 ഈ വിജയം ഇന്ത്യൻ ടി20 ക്രിക്കറ്റിൽ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. സീനിയർ താരങ്ങളിൽ നിന്ന് മാറി യുവത്വത്തിന് പ്രാധാന്യം നൽകുന്ന സെലക്ഷൻ രീതി ഇന്ത്യക്ക് ഫലം നൽകി തുടങ്ങിയിരിക്കുന്നു. 2026 ടി20 ലോകകപ്പ് കിരീടം കേവലം ഒരു ട്രോഫി മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ കരുത്തരുടെ വിളംബരം കൂടിയാണ്. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ തുടങ്ങിയവരുടെ കടന്നുവരവ് ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കിയിരിക്കുന്നു. എന്നാൽ ഇത് പല പ്രമുഖ താരങ്ങൾക്കും ടീമിനെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാക്കി. വരും കാലങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും അസാമാന്യ പ്രകടനം നടത്തിയാൽ മാത്രമേ പുറത്തായ താരങ്ങൾക്ക് നീലക്കുപ്പായത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കൂ. നിലവിൽ ഇന്ത്യൻ ടി20 ടീം സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ ലോകം കീഴടക്കി മുന്നേറുകയാണ്.